നന്ദനയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന സുമിത്ര. നിന്നെ പ്രസവിച്ച ഞാനല്ല, അധികം അറിയാനൊന്നുമില്ല. ആ സ്ത്രീ ഇപ്പോഴില്ല, ചത്തു മണ്ണടിഞ്ഞു പോയി. മനസ്സ് വേദനിച്ച് നന്ദന ആത്മഹത്യക്ക് തയ്യാറാവുന്നു. നന്ദനയുടെ ആത്മഹത്യാ ശ്രമം കണ്ട് ഹൃദയം തകർന്ന് അച്ഛൻ. നന്ദനയെയും അച്ഛൻ ശിവരാമനെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. നന്ദനയ്ക്ക് ബ്ലഡ് കളക്ട് ചെയ്യാനായി മനീഷിന്റെ ശ്രമം. ഡോക്ടർ ശിവരാമനെ പരിശോധിക്കുന്നു. ബോധം തെളിയുന്ന ശിവരാമൻ, എന്റെ മോള് ഷീസ് ഓൾ റൈറ്റ്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. വീട്ടിലെത്തുന്ന സുമിത്ര ശേഖരനെ കൂട്ടുപിടിച്ച് നന്ദനയ്ക്ക് അവകാശപ്പെട്ട വസ്തുവിന്റെ പ്രമാണം തിരയുന്നു. ആ ഒരു പ്രമാണം മാത്രം എവിടെ പോയി? ബാക്കി വേണ്ടതും വേണ്ടാത്തതും എല്ലാം ഇവിടെയുണ്ട്. എന്റെ ബലമായ സംശയം ജംഗ്ഷനിലെ സ്ഥലം നന്ദനയുടെ പേരിലേക്ക് എഴുതി കൊടുത്തു കാണുന്ന. നന്ദേച്ചിക്ക് ഇപ്പൊ കുറെ കൂടി സുഖായച്ച. ക്ഷീണം ശരിക്കും ഉണ്ടെന്നേ ഉള്ളൂ. അവളുടെ വിശേഷം വിളമ്പാനാണോ നീ ഇങ്ങോട്ട് വന്നത്? നന്ദന എന്തെങ്കിലും കഴിച്ചോ? ഡോക്ടറൊന്നും പറഞ്ഞില്ല. ട്രിപ്പ് കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. അല്ലേ, നീ ഇനി വീട്ടിൽ പൊയ്ക്കോ. രാത്രി ഞാനിവിടെ ഉണ്ടല്ലോ, രാവിലെ വന്നാ മതി. ശരിയാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മനീഷേട്ടനുണ്ടല്ലോ. ഓ, മനീഷേട്ടൻ. അവൻ അച്ഛന്റെ കാര്യം നോക്കാനൊന്നും അല്ലല്ലോ താല്പര്യം. വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരണോ അമ്മേ? പ്രത്യേകിച്ച് എന്താ? നിനക്ക് ഡ്രസ്സും എല്ലാം വേണോ? എടുത്തോ. ശിവരാമേട്ടന് സ്വെറ്ററോ മറ്റോ വേണോ? കൊണ്ടുവരണോന്ന്. ചേച്ചി, ചേച്ചി ഇവിടെ ഉണ്ടല്ലോ, ഒന്ന് നോക്കിക്കോണേ, ഞാൻ ഇപ്പൊ വരാം. ശരി. തിരിഞ്ഞു കിടക്കണോ? ഞാൻ പിടിക്കാം. നീ എന്നെ തൊട്ടുപോരുത്, തുടരുന്നല്ലേ പറഞ്ഞത്. എന്നോട് എന്തിനാ ഇത്ര കലി ഉള്ളുന്നത്? ഇതെല്ലാം ഒപ്പിച്ചു വെച്ചത് ഞാനാണോ? അവളല്ലേ? നീയാ കാരണം. നീ എന്റെ മോളുടെ കല്യാണം മുടക്കി, അവളെ ഭ്രാന്തിയാക്കി കാണിച്ചു. അവൾ ആത്മഹത്യക്ക് ശ്രമിക്കണമെങ്കിൽ എന്റെ മോൾ എത്രമാത്രം മനോവിഷമം അനുഭവിച്ചിട്ടുണ്ടാവും. അനുഭവിച്ചെങ്കിൽ കണക്കായിപ്പോയി. അവളുടെ തലയിലെഴുത്ത് അങ്ങനെയെന്ന് വിചാരിച്ചോ? എന്റെ മക്കളെ തോൽപ്പിച്ച് അവള് രാജകുമാരിയെ വാഴണ്ട. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് നീ. എനിക്ക് പറ്റിയ അബദ്ധാണെന്ന് പറ. ഓ, നാശം പിടിച്ചവളെ ഇത്ര നാള് സഹിക്കേണ്ടി വന്നില്ലേ? മോളായിട്ട് വളർത്തേണ്ടി വന്നില്ലേ? അതിൽ പരം എന്ത് അബദ്ധം വരാനാ? ഇതിനെല്ലാം നീ അനുഭവിക്കൂടി. ദൈവം എല്ലാം കാണുന്നുണ്ട്, അത് നീ മറക്കണ്ട. മൂക്കിലൂടെ കുഴലിട്ട് കിടക്കുമ്പോഴും എന്നെ ശപിക്കാനാണോ നോക്കുന്നത്? നിങ്ങളുടെ പ്രാക്കൊന്നും എനിക്ക് ഏൽക്കില്ല. ദൈവഭയത്തോടാ ഞാൻ ജീവിക്കുന്നത്. ഈശ്വരൻ എന്റെ കൂടെയുണ്ട്. ഞാൻ വിചാരിക്കുന്നത് നടക്കും. വെറും തോന്നലാണ്. ദൈവം എന്റെ മോളുടെ ഒപ്പമാണ്. ഈശ്വര കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് അവള് രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ടോ? ആര് പറഞ്ഞു രക്ഷപ്പെട്ടു? അവള് ചത്തു. സുമിത്രേ, ശവം ഓർച്ചറിൽ വെച്ചിരിക്ക. നീ കള്ളം പറയാ. മനസ്സുണ്ട്, വിശ്വസിച്ചാ മതി. നിങ്ങളെ അറിയിച്ച പ്രശ്നമാകുമെന്ന് കരുതിയിട്ട് ആരും പറയാതിരുന്നത്. ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേ അവളുടെ ജീവൻ പോയി. എന്തേ കാണിക്കുന്നത്?
ശിവരാമേട്ടാ, വെറുതെ ഇരിക്ക്. എന്തായി കാണിക്കുന്നേ? നന്ദേച്ചി, എന്താ ചേച്ചി ഇങ്ങനെ? ഞങ്ങൾക്കെല്ലാം ധൈര്യം പകർന്നു തന്നിരുന്ന ആളാ. എന്നിട്ടിപ്പോ ഒരു നിമിഷത്തേക്ക് നന്ദേച്ചി എല്ലാം മറന്നു, എല്ലാരെയും മറന്നു. ഞങ്ങളുടെ കാര്യം പോട്ടെ, അച്ഛനെ കുറിച്ച് ഓർക്കാമായിരുന്നു. അച്ഛനെവിടെ മോളെ? എന്തു പറ്റി? ചേച്ചിയുടെ അവസ്ഥ കണ്ട ആ നിമിഷത്തിൽ അച്ഛൻ കുഴഞ്ഞു വീണു. എന്നിട്ട് രണ്ടുപേരെയും കൂടിയാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കാർഡിയോളജി ഐസിയിലുണ്ടിപ്പോ. എങ്ങനെയുണ്ടെന്ന് പറ. സുഖമായി വരുന്നു. ബോധം തെളിഞ്ഞവിടെ ചേച്ചിയുടെ കാര്യം ചോദിച്ചത്. അമ്മയുണ്ട് അച്ഛൻ്റെ അടുത്ത്. സത്യമാണോ നീ പറയുന്നത്? അച്ഛന് ഇപ്പോഴൊന്നുമില്ല. അതുകൊണ്ടല്ലേ ധൈര്യമായിട്ട് ഞാനിവിടെ ഇരിക്കുന്നത്. മിക്കവാറും നാളത്തേക്ക് അച്ഛൻ എഴുന്നേക്കുമായിരിക്കും.
ഡോക്ടർ, സിസ്റ്ററെ, സിസ്റ്ററെ, പെട്ടെന്നൊന്ന് വരുമോ? എന്തു പറ്റി? ചേട്ടൻ പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു, ബോധം പോയി. ഞാൻ വിളിച്ചിട്ട് അനങ്ങുന്നില്ല. പെട്ടെന്ന് വാ സിസ്റ്ററെ, വാ. അങ്കിൾ, അങ്കിൾ, ഞാൻ വിളിച്ചു നോക്കി അനങ്ങുന്നില്ല. ഡോക്ടർ ഒന്ന് വിളിക്കോ? ഹലോ, ഐസിയുന്നാ. പേഷ്യന്റിന് പൾസും ഇല്ല, ശ്വാസവും ഇല്ല. ഡോക്ടർ വേഗം വിവരം അറിയിക്കണം. രക്ഷിക്കുന്ന ഡോക്ടറെ, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഞാനും എന്റെ മക്കളും നോക്കട്ടെ. ഓക്സിജൻ കണ്ടിന്യൂ ചെയ്യുന്നില്ലായിരുന്നു. ആരായിരുന്നു പേഷ്യന്റിന്റെ അടുത്ത്? എന്താ സംഭവിച്ചത്? ശിവരാമൻ ചേട്ടന്റെ അടുത്ത് ഞാനുണ്ടായിരുന്നു ഡോക്ടർ. പെട്ടെന്ന് ചേട്ടൻ കൈകൊണ്ട് നെഞ്ചു പൊത്തിപ്പിടിച്ച് വേദന എടുക്കുന്നു പറഞ്ഞു. ഞാൻ നോക്കുമ്പോ കണ്ണിന്റെ കൃഷ്ണമണി മറിയുന്നു. പിന്നെ അനക്കമില്ല. ഞാനപ്പോഴേക്കും സിസ്റ്റർ വിളിക്കാനായിട്ട് ഓടി. ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഡോക്ടർ. സോറി, ഇനി ഒന്നും ചെയ്യാനില്ല. എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ? നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ മോളെ? ഇല്ലേ ചേ? മനഃപൂർവ്വം ചെയ്തതല്ല മോളെ. കല്യാണം മുടങ്ങി, അതിന്റെ പേരിൽ എല്ലാരും മാനം കെട്ടു. അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങി, വഴക്കായി. അതിനുള്ള കാരണക്കാരൻ ഞാനാണല്ലോ. എല്ലാം കൂടി ആലോചിച്ചപ്പോ മരിക്കാനാ തോന്നിയത്. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോ ഞാൻ കാരണം പിന്നെ എല്ലാവർക്കും വിഷമായി. മരണത്തിന് പോലും വേണ്ടാത്തവള ഞാൻ. ചേച്ചി, അച്ഛനും ആശുപത്രിയിലായില്ലേ, അതിനും കാരണം ഞാൻ. സാരമില്ല, ഇപ്പൊ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തെല്ലാമോ ആപത്ത് വരാനിരുന്നതാ, അതെങ്ങനെ തീർന്നു വിചാരിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇനി ഇങ്ങനെ ചെയ്യില്ലാന്ന് നന്ദേച്ച് എനിക്ക് വാക്ക് തരണം. നോക്കണ്ട, ഇങ്ങനെ ഒരു എടുത്തുചാട്ടത്തെ പറ്റി ആലോചിക്ക പോലുമില്ലെന്ന് എനിക്ക് വാക്ക് തന്നേ പറ്റൂ. താ, മോളിയെ പോരാ, വാക്ക് തരണം. വാക്ക്. അച്ഛൻ എഴുന്നേറ്റിരുന്നോ? ഇല്ല, എഴുന്നേക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇപ്പൊ വന്നേനെ. ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അച്ഛനോട് പറയാം. അമ്മ വല്ലത് കഴിച്ചോ എന്തോ, ഇല്ലെങ്കിൽ ക്യാൻറ്റീന്ന് വാങ്ങിച്ചു കൊടുക്കണം. ഈ തലയണ നേരെ വെച്ചിട്ട് പോ, പുറമേ വേദനിക്കുന്നു. പതിയെ. അയ്യോ, എന്തു പറ്റി? ഇഞ്ചക്ഷന്റെ ട്രിപ്പിന്റെ എല്ലാം കൂടി ഭയങ്കര വേദന. കൈ അനക്കണ്ട, പോയിട്ട് വരാം.
അച്ഛാ 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 എഴുന്നേക്ക് അച്ഛാ കുട്ടി അച്ഛാ വരൂ ഇങ്ങോട്ട് അച്ഛാ അച്ഛാ സിസ്റ്റർ എന്താ ഒന്ന് വരൂ. എന്തു വേണം? സിസ്റ്റർ, എന്റെ കൂടെ ഉണ്ടായിരുന്ന അനിയത്തി അച്ഛന്റെ വിവരം അന്വേഷിക്കാൻ പോയതാ. കുറെ നേരമായി കാണുന്നില്ല. അവിടെ എന്തെങ്കിലും കാര്യം കാണും, അത് കഴിയുമ്പോ വരും. പോയിട്ട് കുറച്ച് സമയമായി സിസ്റ്റർ. എനിക്ക് ഡ്യൂട്ടി കളഞ്ഞിട്ട് പോയി തിരക്കാൻ പറ്റുമോ? കൊച്ചുകുട്ടിയല്ലല്ലോ, അതിങ്ങ് വരും. ഇയാളവിടെ കിടന്നേ. യോഗങ്ങളെല്ലാം ചെയ്തിടൂ ഞാനും നാഥ തന്നിരുവഴി തന്നെ വന്നവതരിച്ചോ ഒരു ചന്ദന നൂതനല്ലോ ജഗൽപതി എങ്കിലുള്ളോരു മഹാവൈഷ്ണവദേശമെല്ലാം ഇന്ദരാശീലുവാനായി മതി മതി. ഡ്രിപ്പ് കഴിഞ്ഞു സിസ്റ്റർ? ഡോക്ടർ വന്നാലേ അറിയൂ. ഡ്രിപ്പ് ചിലപ്പോൾ കാണും.
മൂത്ത മോളെ കണ്ടില്ലല്ലോ. അതിപ്പോഴും ആശുപത്രിയില്ല എന്ന് അറിയിച്ചു കാണില്ല. വരാൻ പറ്റുന്ന അവസ്ഥയിലല്ലായിരിക്കും, ആർക്കറിയാം. സിസ്റ്ററെ, എന്താ കാർഡിയോളജി വിഭാഗം എവിടെയാ? നേരെ പോയിട്ട് എടുത്തോട്ട് തിരിഞ്ഞാ മതി. മഴ എപ്പോഴാ ശക്തി കൂടുകയെന്നറിയില്ല. ഒരു ഷീറ്റോട് വലിച്ചു കെട്ടണോ? ഏയ് വേണ്ടി വരില്ല, ഇത് തന്നെ മതി. ദൂരെ നിന്ന് ആരും വരാനില്ലല്ലോ. ചിതയിലേക്ക് എടുക്കരുത്. വിറകിപ്പ് അടുക്കി കഴിയും, ഉടനെ എടുക്കാം. ഷാജി വേഗം നോക്ക്. ഇങ്ങോട്ടെടുക്ക. എന്ത് വേണം? ഈ മുറിയിലെ പേഷ്യന്റ്. പുതിയ പേഷ്യന്റിനെ ICUന്ന് കൊണ്ടുവരുന്നതേ ഉള്ളൂ. ആ അമ്മച്ചിയുടെ ആരാ? അമ്മച്ചിയോ? ശിവരാമൻ എന്ന് പേരുള്ള ആള്. ഞാനിവിടെ അഡ്മിറ്റ് ആയിരുന്നു. എന്റെ അച്ഛനാ ഇവിടെ ഉണ്ടായിരുന്നത്. എന്താ സിസ്റ്റർ? അയാളുടെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോയല്ലോ. ബോഡിയോ? പേര് ശിവരാമൻ എന്നാണോ? എങ്കിൽ ഇന്നലെ രാത്രി പെട്ടെന്നായിരുന്നു മരണം.